പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലളിതാ സഹസ്രനാമത്തിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കുറച്ച് വൈകിപ്പോയി 13ാമത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് അങ്ങനെ വൈകിപ്പോയതാണ്. ഇന്ന് നമ്മൾക്ക് ദേവിയുടെ 21ാമത്തെയും 22ാമത്തെയും വിശേഷണങ്ങൾ, നാമങ്ങൾ, തിരുനാമങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യം ശ്ലോകം പറയാം. ഇതിൽ ദേവിയുടെ കമ്മലിനെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. ദേവിയുടെ കാതിൽ എപ്രകാരമാണ് ദേവിയുടെ കമ്മലുകൾ ഇരിക്കുന്നത്, എങ്ങനത്തെ രീതിയിലുള്ള കമ്മലാണ് ദേവി ധരിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ശ്ലോകം പറയാം. ശ്ലോകം ഇങ്ങനെയാണ്: കദംബ മഞ്ജരീക്ലിപ്ത കർണപൂര മനോഹര താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല. കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. കദംബ മഞ്ജരി, കദംബം എന്നാൽ കടമ്പ് എന്നാണ് അർത്ഥം. മഞ്ജരി, മഞ്ജരി എന്നാൽ പൂക്കുലയ്ക്കാണ് മഞ്ജരി എന്ന് പറയുക. കദംബ മഞ്ജരി എന്നാൽ എന്താണ് അപ്പൊ അർത്ഥം വരിക? കടമ്പ് മരത്തിന്റെ പൂക്കുല. കദംബ മഞ്ജരി ക്ലിപ്ത, ക്ലിപ്ത എന്നാൽ നിർമ്മിച്ചത്, നിർമ്മിക്കുന്ന, നിർമ്മിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥമെടുക്കാം. കദംബ മഞ്ജരി ക്ലിപ്ത, കടമ്പ് മരത്തിന്റെ പൂക്കുല കൊണ്ട് നിർമ്മിച്ചത്. എന്താണ് കടമ്പ് മരത്തിന്റെ പൂക്കുല കൊണ്ട് നിർമ്മിച്ചത്? കർണപൂര മനോഹര. കർണം എന്നാൽ ചെവി എന്നാണ് അർത്ഥം. കർണപൂരം എന്നാൽ ചെവിയിൽ ധരിക്കുന്ന ആഭരണത്തിനെയാണ് കർണപൂരം എന്ന് പറയുന്നത്. കർണപൂര മനോഹര. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ദേവിയുടെ കർണപൂരങ്ങൾ, കർണാഭരണങ്ങൾ അതിമനോഹരമാണ്. കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. ഈ വരി കൂട്ടി വായിക്കുകയാണെങ്കിൽ കടമ്പിന്റെ പൂക്കുല കൊണ്ട് നിർമ്മിച്ച കർണാഭരണം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് കടമ്പിന്റെ പൂക്കുല നീല നിറമാണ്. നീല നിറത്തിന് വളരെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണന് നീല നിറമാണ്. ദേവി കാളി ദേവിക്ക് കറുപ്പ് കലർന്ന നീല നിറമാണ്. അതുപോലെ നീലകണ്ഠനായ ശിവഭഗവാനും നീല നിറമുണ്ട്. ആകാശത്തിന് നീല നിറമാണ്, സമുദ്രത്തിന് നീല നിറമാണ്. എന്ന് വേണ്ട ഭൂമിയിലെ ഒട്ടുമിക്ക ശക്തിയുള്ള പ്രഭാകേന്ദ്രങ്ങൾക്കും നീല നിറമാണുള്ളത്. അതുപോലെ തന്നെയാണ് ദേവിയുടെ കർണപൂരങ്ങൾ, ചെവിയിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾക്കും നീല നിറമാണ് ഉള്ളത്. കർണപൂരം എന്നാൽ കമ്മൽ എന്നാണ് അർത്ഥം. ദേവിക്ക് 2 രീതിയിലുള്ള കമ്മലുണ്ട്. തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കമ്മലുമുണ്ട്, തൂങ്ങാത്ത രീതിയിലുള്ള കമ്മലുമുണ്ട്. ഇതിൽ പറഞ്ഞ ഈ കടമ്പ് മരത്തിന്റെ പൂക്കുലയാണെന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള നീലവർണ്ണത്തിലുള്ള കമ്മൽ എന്നത് തൂങ്ങുന്ന രീതിയിലുള്ള കമ്മലിനെയാണ് പറയുന്നത്. അതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ അടുത്ത വരിയാണ്. അടുത്ത വരിയിൽ പറയാം, നോക്കാം നമുക്ക്. താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല. താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല. താടങ്കം, താടങ്കം എന്നാൽ തൂങ്ങാത്ത രീതിയിലുള്ള കമ്മലിനെയാണ് താടങ്കം എന്ന് പറയുന്നത്. മലയാളത്തിൽ തോട എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെയാണ് താടങ്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താടങ്ക യുഗളീഭൂത, തൂങ്ങാത്ത ആഭരണമാണ് താടങ്കം. യുഗളീഭൂത, യുഗളം എന്നാൽ 2 എന്നാണ്. തൂങ്ങാത്ത 2 കമ്മലാണ് ദേവിക്കുള്ളത്. യുഗളീ ഭൂത, ഭൂതം എന്നാൽ ഭവിച്ചത്. താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല. തപൻ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം. ഉഡു എന്നാൽ നക്ഷത്രം എന്നെടുക്കാം. ഉടുപൻ എന്നാൽ നക്ഷത്രത്തിന്റെ പതി, നക്ഷത്രപതി, നക്ഷത്രത്തിന്റെ ദേവൻ, അധിപൻ എന്നൊക്കെ പറയാം. എന്താണ് ദേവിയുടെ തൂങ്ങാത്ത രീതിയിലുള്ള കമ്മലായിട്ട് ദേവി ധരിച്ചിരിക്കുന്നത്? തപനെയും ഉടുപനെയുമാണ്. അതായത് സൂര്യനെയും നക്ഷത്രപതിയെയാണ്. നമുക്ക് വേണമെങ്കിൽ നക്ഷത്രപതിയെ ചന്ദ്രനായിട്ട് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ദേവി കമ്മലായി ധരിച്ചിരിക്കുന്നത് ആരെയാണ്? സൂര്യനെയും ചന്ദ്രനെയുമാണ്. ഓരോ ചെവിയിലുമായിട്ട് ധരിച്ചിരിക്കുകയാണ് ദേവി സൂര്യനെയും ചന്ദ്രനെയും. എപ്രകാരമുള്ള പ്രകാശമായിരിക്കും! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ദേവിയുടെ ആ കമ്മലിന്റെ തിളക്കം എപ്രകാരമായിരിക്കും, ആ കമ്മലിന്റെ ഊർജം എപ്രകാരമായിരിക്കും, അതിന്റെ ശക്തി എപ്രകാരമായിരിക്കും, അതുപോലെ ഊഷ്മളത എപ്രകാരമായിരിക്കും, ശീതളത എപ്രകാരമായിരിക്കും. ചന്ദ്രൻ ശീതളതയുടെ പ്രതീകമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദേവിയുടെ കമ്മലിന്റെ വിശേഷണങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല. തപനയും ഉടുപനെയുമാണ് ദേവി കമലായിട്ട്
ധരിച്ചിരിക്കുന്നത്. 2 താടങ്കങ്ങളായി ഭവിച്ച സൂര്യനും ഉടുപനും എന്നും അർത്ഥമെടുക്കാം. പ്രാണോർജമാണ് സൂര്യൻ, മനസ്സാണ് ചന്ദ്രൻ, ഇങ്ങനെയും ഒരർത്ഥമെടുക്കാം. അതായത് ദേവി കമ്മലായി കർണപൂരങ്ങളായി ധരിച്ചിരിക്കുന്നത് പ്രാണോർജത്തിനെയും മനസ്സിനെയുമാണ്. ജീവജാലങ്ങളുടെ പ്രാണോർജത്തെ ദേവിയുടെ കമ്മലിന്റെ പ്രതീകമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ മനസ്സിനെയും ദേവി കമ്മലായി ധരിച്ചിരിക്കുകയാണ്. ജീവജാലങ്ങളുടെ മനസ്സിനെയും ദേവിയുടെ കർണാഭരണമായി ധരിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ വരിയുടെ 21-ാമത്തെയും 22-ാമത്തെയും ലളിതാ പരമേശ്വരിയുടെ നാമങ്ങളുടെ അർത്ഥം. കഴിഞ്ഞ വീഡിയോയുടെ അടിയിലായിട്ട് ഒരമ്മ കമന്റ് ആയിട്ട് പറയേണ്ടായി, അവര് ലളിതാ സഹസ്രനാമോ ഇതുപോലത്തെ എന്തെങ്കിലും ദൈവികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ചെറുതായി ഉറക്കം വരുന്നു എന്നുള്ളത്. ഈ ഉറക്കം വരുന്നതിനെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല, അതിനെ നമ്മൾ തരണം ചെയ്യണം. അർജുനനൊക്കെ നിദ്രയെ തോൽപ്പിച്ച ആളാണ് അർജുനൻ. അതുപോലെ തന്നെ നമ്മളും നിദ്രയെ തോൽപ്പിക്കണം. പ്രത്യേകിച്ച് സഹസ്രനാമമൊക്കെ ചൊല്ലുന്ന സമയത്ത് ഉറക്കം ചെറിയ രീതിയിൽ മയക്കം വരുന്നത് സ്വാഭാവികമാണ്. അത് നമ്മളെ ലളിതാ പരമേശ്വരി പരീക്ഷിക്കുകയാണ്. ദേവി നോക്കും, എല്ലാവരെയും നോക്കും. ഇവര് ആത്മാർത്ഥതയോടെ ആണോ എൻ്റെ മന്ത്രം ജപിക്കുന്നത്, അല്ലെങ്കിൽ ഉറച്ച മനസ്സോടെയാണോ ജപിക്കുന്നത്, അതോ വെറുതെ ജപിക്കുകയാണോ എന്നൊക്കെ ദേവി പരീക്ഷിക്കും. അങ്ങനെ നമ്മൾ പല പ്രകാരത്തിലുള്ള ക്ലേശങ്ങൾ വരുമ്പോഴും അത് അവിടെ ഉപേക്ഷിച്ച് മടങ്ങുന്നുണ്ടെങ്കിൽ ദേവിക്ക് മനസ്സിലാകും ഇവർക്ക് ആത്മാർത്ഥത കുറവാണ്, ഇവര് ഇപ്പോഴും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പ്രാപ്തയായിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് എങ്കിലും നിങ്ങൾ അതൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഉറക്കത്തിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ അത് ലളിതാ സഹസ്രനാമം പൂർണ്ണമാക്കുന്ന രീതിയിൽ പൂർണ്ണമാവുന്നത് വരെ നിങ്ങൾ വായിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദേവി തീർച്ചയായിട്ടും അടുത്ത ദിവസം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസത്തെ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല, വരുത്തില്ല. പിന്നീട് അടുത്ത ദിവസം ആവുമ്പം വീണ്ടും ക്ലേശങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇത് ദേവിയുടെ ഒരു പരീക്ഷണമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ദേവി ലളിതാംബിക തീർച്ചയായിട്ടും നിങ്ങളെ പരീക്ഷിച്ചു നോക്കൂ. തുടക്കത്തിൽ ചെറിയ രീതിയിൽ പരീക്ഷിച്ചു നോക്കും. അതിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഉറക്കമൊന്നും വരില്ല. ഇനി ഉറക്കം വന്നു പോയാലും അതൊക്കെ നമ്മുടെ അമ്മയാണ്, അമ്മ എല്ലാം തന്നെ ക്ഷമിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും പേടിക്കേണ്ടതോ ആകുലപ്പെടേണ്ടതോ ആയിട്ടുള്ള യാതൊരു ആവശ്യകതയും ഇല്ല. ലളിതാ സഹസ്രനാമം അതീവ ഭക്തിയോടെയും വിശ്വാസത്തോടെയും നിങ്ങൾ ജപിക്കുക. ദേവി നിങ്ങൾക്ക് ആവശ്യമുള്ള അന്നവും വസ്ത്രവും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും എല്ലാം തരും. എല്ലാം നൽകുന്ന അമ്മയാണ് ലളിതാ പരമേശ്വരി. എന്തെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. എല്ലാവരിലും ദേവി കൃപാ കടാക്ഷം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.